ഹായ് ഗൈസ്, എന്റെ എല്ലാ ചാനൽ സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാലക്കാട് പ്രതിഷേധ സമരത്തിനിടെ BJP പ്രവർത്തകൻ വനിതാ പോലീസിനെ കയറി പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് കരുതി കൂട്ടി പിടിച്ചതെന്നൊക്കെയാണ് ആ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് തോന്നിയത്. ഒരുപാട് ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് മാധ്യമ പ്രവർത്തകരെ സാക്ഷിയാക്കിക്കൊണ്ട് ഇയാൾ വനിതാ എസ്ഐയെ കയറി പിടിച്ചത് നമ്മുടെ നാടൻ ഭാഷയിൽ യഥാർത്ഥമായി ജാക്കി വെക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ പിന്നിലൂടെ വന്ന് SIയെ ബാക്കിലൂടെ കയറി പിടിക്കുകയാണ് ചെയ്തത്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് എന്തായിരുന്നു അവിടെ സംഭവിച്ചത്, എന്തിനായിരുന്നു പ്രതിഷേധം എന്നൊക്കെ പരിശോധിച്ചു നോക്കാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ പാലക്കാട് ഒരു പരിപാടി നടന്നു. പുതിയ KSRTC ഡിപ്പോയിലെ AC വെച്ച വിശ്രമ മുറിയുടെ ഉദ്ഘാടനമായിരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. ഗതാഗത മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ CPM ആണ്, അറിയാലോ. പിന്നെ പാലക്കാട് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ, ആയ ശ്രീകണ്ഠൻ, ഇവർ രണ്ടുപേരും കോൺഗ്രസ് ആണ്. ഇതൊരു വികസന പരിപാടി ആയതുകൊണ്ട് തന്നെ രാഷ്ട്രീയം മറന്ന് ഇവരെല്ലാവരും ഒരു വേദിയിൽ ഒരുമിച്ചുകൂടി. വികസനത്തിന് ക്രെഡിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ഈ പരിപാടി നടക്കുന്നതിനിടയ്ക്ക് കുറച്ച് BJP പ്രവർത്തകർ പ്രതിഷേധവുമായി കടന്നു വന്നു. അവർ എന്തൊക്കെയോ അലറി വിളിച്ചുകൊണ്ടാണ് വന്നിരുന്നത്. അറിയാലോ, പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJP ആണ്. എനിക്ക് തോന്നുന്നത് ഈ പരിപാടിയിൽ ഒരൊറ്റ BJP പ്രവർത്തകനെ പോലും അടുപ്പിച്ചിട്ടില്ല എന്നാണ്. അതിന്റെ ദേഷ്യത്തിൽ കുരുപൊട്ടി ഒലിച്ചാണ് ഇവരൊക്കെ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രതിഷേധം എന്നൊക്കെ ഓരൊക്കെ അലറി വിളിച്ചുകൊണ്ടാണ് ഇവർ വന്നത്. എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. അങ്ങനെ തൊള്ളകീറി അലറി വിളിക്കുന്ന ഒരുത്തരെ BJP പ്രവർത്തകരെ ഗണേഷ് കുമാർ മുന്നോട്ട് വിളിച്ചിട്ട് കാര്യം എന്താണെന്ന് തിരക്കി. നമുക്ക് ആ രംഗം ഒന്ന് കണ്ടു നോക്കാം. ഇവരെന്തോ ഈ പറയുന്നത്? മര്യാദയ്ക്ക് മുദ്രാവാക്യം പോലും വിളിക്കാൻ അറിയത്തില്ലല്ലോ. പ്രതിഷേധം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആരോ പഠിപ്പിച്ചു വിട്ടതുപോലെയൊക്കെ ഉണ്ടല്ലോ. എന്തിനാണ് ഏതിനാണെന്നൊന്നുമില്ല, പ്രതിഷേധിച്ചാൽ മതി. പ്രതിഷേധം മുദ്രാവാക്യം വിളിക്കുന്നതിനിടക്ക് കാര്യം പറഞ്ഞാലല്ലേ കണ്ടു നിൽക്കുന്നവർക്ക് കാര്യം മനസ്സിലാക്കുള്ളൂ. ഇത് ചുമ്മാ പ്രതിഷേധം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിന് നല്ലതുപോലെ മലയാളം എഴുതാൻ അറിയാവുന്നവരൊക്കെ ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായാലല്ലേ നല്ല മുദ്രാവാക്യം എഴുതി കൊടുക്കത്തുള്ളൂ. കൂടി നിൽക്കുന്ന എല്ലാവരും വിചാരിക്കേണ്ട അത് മൊത്തം BJP പ്രവർത്തകരാണ്. അതിൽ 3-4 പേരേ ഉള്ളൂ പ്രതിഷേധം എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും ഉദ്ഘാടനം കാണാൻ വന്നവരാണ്. ഇത് കണ്ടിട്ട് ഗണേഷ് കുമാറിന് ഒരു ഡൗട്ട് തോന്നി, ഇനി പരിപാടിക്ക് വിളിക്കാത്തതിന് പ്രതിഷേധമായിട്ട് വന്നതാണോ എന്ന്. ഇതേപോലെ ഒരു സീൻ ഉണ്ടല്ലോ വെള്ളിമൂങ്ങാക്കകത്ത്, ഈ ഉദ്ഘാടനത്തിന് വിളിക്കാത്തതിന് പ്രതിപക്ഷം വന്നിട്ട് ഈ പ്രതിഷേധം എന്ന് പറയുന്ന. ഇനി അതേ കണക്കത്തെ വല്ല സീനാണോ ഇത്? എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്ന ആ സീൻ വെള്ളിമൂങ്ങ എന്ന് പടത്തില്ല ബിജു മേനോന്റെ. അടിപൊളി കോമഡി അല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യാമോ, ഇങ്ങനെയൊക്കെ അറിയിക്കാണ്ട് ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞു ഗണേഷ് കുമാർ ഒരാളെ മുന്നിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, എന്തായാലും എന്താണ് ഈ സംഭവം എന്ന് നിങ്ങൾ വ്യക്തമാക്കി തന്നിട്ട് പ്രതിഷേധിച്ചോളാൻ പറഞ്ഞു. കാര്യം പറഞ്ഞപ്പോഴല്ലേ, ഉദ്ഘാടനത്തിന് വിളിക്കാത്തതിനുള്ള പ്രതിഷേധമൊന്നുമല്ല, കാര്യം മറിച്ച് പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായത്. ഭീകരമായ ആഭ്യന്തര പ്രശ്നം പോലും മന്ത്രിയുമായിട്ട് പങ്കുവയ്ക്കാനുണ്ടെന്ന്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു തുടക്കി എന്നുള്ള രീതിയിൽ ഗണേഷ് കുമാർ കാതോർത്തു. പറയും, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കേട്ടിട്ട് വരാം. ദേ കണ്ടു. അഞ്ചു വർഷം ഈ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തിട്ട് ഇവിടെയുള്ള കംഫർട്ട് റൂം തുറന്നിട്ടില്ല, ഫീഡിംഗ് റൂം തുറന്നിട്ടില്ല, ഇവിടെ പോലീസിന് ഹെഡ് പോസ്റ്റ് ഇല്ല, പിക് പോക്കറ്റും കഞ്ചാവാണ് ഇവിടെ മുഴുവൻ പ്രശ്നങ്ങളാണ്. ഇപ്പോഴാണ് നിങ്ങൾ AC റൂം ആകെ പ്രശ്നമാണ് മിസ്റ്റർ. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് കഞ്ചാവ് അടിച്ചോണ്ടിരുന്ന അതിന്റെ ഇടയിൽ കൂടെയാണ് നിങ്ങളുടെ AC റൂം ഉദ്ഘാടനം. ഇനി ഇവിടെ AC റൂമിൽ വന്നിരിക്കാനുള്ള ജനങ്ങളുടെ തിരക്കായിരിക്കും. ഇനി എവിടെ പോയി കഞ്ചാവ് അടിക്കും? അതിന് മിസ്റ്റർ ഉത്തരം പറയണം. ഉത്തരം പറ. കഞ്ചാവ് റൂം, ഫീഡിംഗ് റൂം എവിടെ? പറയടാ, ഒന്ന് പറഞ്ഞു നോക്കടാ. നമ്മളോടാ മിനിസ്റ്ററിന്റെ കളി അല്ല പിന്നെ. ബാക്കി നമുക്ക് കണ്ടു നോക്കാം. ഫീഡിംഗ് റൂം അതിനകത്തുണ്ട്. മിനിസ്റ്റർ ഫീഡിംഗ് റൂം തുറന്നിട്ടില്ലെന്ന് അച്ചങ്ങായി പറഞ്ഞിട്ടില്ലല്ലോ. അതിനു മുന്നേ ഫീഡിംഗ് റൂം ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങളോട് ആരാ പറഞ്ഞു? ഞങ്ങളുടെ മന്ത്രിയാണെന്ന് പറയാൻ പോലും നമുക്ക് നാണക്കേട് വരുന്നു.
ഒരു സൂചനയെങ്കിലും ആ പാവങ്ങൾക്ക് കൊടുക്കാമായിരുന്നു. ഇനി ഈ ഫീഡിംഗ് റൂം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണോ, ഇനി വല്ല ഫുഡ് കഴിക്കാനുള്ള റൂമാണെന്ന് കരുതിയിട്ടാണോ? ചിലപ്പോ അങ്ങനെയൊക്കെ കരുതി കാണും. ഇവന്മാരായതുകൊണ്ടൊന്നും പറയാനും പറ്റത്തില്ല. ഈ പ്രതിഷേധം കഴിഞ്ഞിട്ട് എന്തെങ്കിലും വെട്ടിം വീഴുന്നുണ്ടേ, അതുകൊണ്ടാണ് ഫീഡിംഗ് റൂം എവിടെ എന്ന് ചോദിച്ചത്. ബാക്കി കണ്ടുപോകാം. സാധാരണക്കാർക്ക് കയറാൻ പറ്റുമോ? 5 വർഷമായിട്ട് ഇവിടെ ഈ കംഫർട്ട് റൂം എന്താ തുറക്കാത്തത്? ബസ്സുകൾ മുഴുവൻ റോട്ടിലാണ് പാർക്ക് ചെയ്യുന്നത്. ബാധിച്ച ചോദ്യങ്ങളൊക്കെ ചോദിച്ച് പ്രശ്നത്തിലാക്കല മിനിസ്റ്ററെ. നമുക്ക് ആകെ അറിയാവുന്നത് പ്രതിഷേധം എന്ന് പറയാനാണ്. എന്തിനാണ് പ്രതിഷേധിക്കുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. ഈ പ്രതിഷേധം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫീഡിംഗ് റൂമിൽ വന്നിട്ട് പൊറോട്ട ഉള്ളിക്കറിയൊക്കെ കഴിക്കാൻ. അതിന്റെ ഇടയിൽ കൂടെ ദഹിക്കാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കല്ലേ. പൊറോട്ട ഉണ്ടെന്ന് ഇറങ്ങത്തില്ല. നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഇപ്പൊ നമ്പർ വേണം. ഇന്നാ പിടിച്ചു 56. നമ്മുടെ ജിയുടെ നെഞ്ചിന്റെ അളവാണ്. നല്ല രാശിയുള്ള നമ്പറാണ്. ഈ 56 പിടിച്ചിട്ടാണ് ഈ രാജ്യം മൊത്തം കറങ്ങി നടക്കുന്നത്. KSRTC കെട്ടിടത്തിന് നമ്പർ ഇടാൻ ഇതിലും വലിയൊരു നമ്പർ വേറെ വേണം. ബസ്സുകളൊക്കെ നാട് നീളിങ്ങനെ ചുറ്റി നടക്കും. അല്ല പിന്നെ ബാക്കി കണ്ടു നോക്കാം. അനധികൃത കച്ചവടം നടക്കണം. പാർക്കിംഗ് ടെൻഡർ ചെയ്തിട്ട് മുഴുവൻ അനധികൃത. അതിനെങ്ങനെ നമ്മൾ കൊടുക്കാൻ പറ്റുക? ഈ ഒരു നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുനിസിപ്പാലിറ്റി. അവർക്ക് ഇല്ലല്ല, മുനിസിപ്പാലിറ്റി കൊടുത്തിട്ടില്ല. അവർ കോടതിയിൽ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റി സ്റ്റോപ്പ് മെമ്മോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഞാൻ നിങ്ങളെ സംസാരിക്കാൻ വിളിക്കുമ്പോൾ നിങ്ങൾ മാത്രം സംസാരിക്കാം. മന്ത്രി പറയും. ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ സംസാരിക്കണം. ഇപ്പൊ ഇങ്ങനെയായോ? ഇത്ര നേരം നമ്മൾ സംസാരിക്കാത്തതിലായിരുന്നു പ്രശ്നം. നമുക്ക് പ്രതിഷേധം എന്ന് അലറി വിളിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. ബുദ്ധിയില്ല, വിവരമില്ല. എന്തൊക്കെ കുറ്റങ്ങളായിരുന്നു. ഇപ്പൊ നമ്മളൊന്ന് നേരെ നിന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പൊ അതായി പ്രശ്നം. ഇങ്ങനെയാണെങ്കിൽ ഈ കളിക്ക് ഞാനില്ല, ഞാൻ പോകുവാണ്. അല്ല, എവിടെ ഫീഡിംഗ് റൂം? എവിടെ എന്റെ പൊറോട്ട ഉള്ളിക്കറിയും? ഇനി നീയേ രക്ഷ. ഞാൻ ഒരു കാര്യം ഞാൻ ചോദിട്ടെ, ഇവിടുത്തെ MP ആണ്. അതെ, പല രാഷ്ട്രീയ പാർട്ടിക്കാരും നിങ്ങൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിവേദനം തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ എത്ര പ്രതിഷേധിച്ചിട്ടുണ്ട്. നമുക്ക് പ്രതിഷേധിക്കാനല്ലേ അറിയത്തുള്ളൂ. ഞാനും വായിക്കാനൊന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ്. നിവേദനമൊക്കെ എഴുതാൻ അറിയാമെങ്കിൽ ഇവിടെ ഞാൻ അലമുറയിടാൻ വരുമോ മിനിസ്റ്റർ? മിനിമം എമ്പുരാനിലെ മണിക്കുട്ടനെങ്കിലും ആകില്ലേ? അതൊക്കെ പോട്ടെ, ഫീഡിംഗ് റൂം എവിടെ? ഫീഡിംഗ് റൂം തുറക്കണേ. ഞാനാണ് മന്ത്രി. ഈ വിഷയങ്ങളിൽ നിങ്ങളെ നിവേദനം നിങ്ങളുടെ യൂണിയന്റെയോ പാർട്ടിയുടെ പേരോ ഇയാള് ഇത് തന്നെ വീണ്ടും ചോദിക്കുന്നു. എന്നെ കണ്ടാൽ നിവേദനമൊക്കെ എഴുതാൻ അറിയാവുന്ന ആളായിട്ട് തോന്നുന്നു. എന്നാ പിന്നെ അവസാനത്തെ അടവെടുത്തേക്കാം. അണികൾക്കൊക്കെ നേതാവിന്റെ ബാധയേറെയും തോന്നുന്നു. സുരേഷ് ഗോപി പഠിപ്പിച്ചു വിട്ടതൊക്കെ അക്ഷരം പ്രതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അണികളായാലും ഇങ്ങനെ തന്നെ വേണം. ഇങ്ങനെ നടന്ന പ്രതിഷേധമാണ് അവസാനം വനിതയെ കയറി പിടിക്കുന്ന രംഗത്തോട്ട് വന്നത്. നമുക്ക് എന്തായാലും അതിന്റെ വീഡിയോ കൂടെ കണ്ടിട്ട് നിർത്താം. ആ നീല ഷർട്ടിട്ട നരമ്പം ചെയ്ത പരിപാടി കണ്ടില്ലേ നിങ്ങൾ? അവന്റെ സാമാനം നോക്കി ഒരു ചവിട്ടാണ് കൊടുക്കേണ്ടത് അല്ലെ? അവന്റെ ഒബ്ലാങ്കത്തെ ഇനി പൊങ്ങരുത്. ആ വനിതാ പോലീസ് SI തിരിഞ്ഞു നിന്ന് രണ്ടെണ്ണം പൊട്ടിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും സ്റ്റേഷനിൽ നിന്ന് നല്ല ചിമിട്ടായിട്ട് കിട്ടിക്കാണും. നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചോ? മറ്റുള്ള പോലീസുകാർ അവനെ പിടിച്ചോണ്ടിരുന്നപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ അവനെ ഒതുക്കിക്കൊണ്ടു പോകുമായിരുന്നു. ഇവനായിട്ടാണ് ആ വനിതാ SIയുടെ അടുത്തേക്ക് പുറകെ കൂടി ഇങ്ങനെ പോയത്. കരുതിക്കൂട്ടി തന്നെ പോയതാണ് പിടിക്കാൻ വേണ്ടി. എന്നിട്ട് എന്തൊക്കെയാണോ തന്തയില്ലാത്തവൻ കാണിച്ചു കൂട്ടിയത് കണ്ടില്ലായിരുന്നു? ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച്, ഇത്രയും ക്യാമറകളുടെ മുന്നിൽ വെച്ച് ഇത്രയും ധൈര്യം ഞാൻ ചാൾസ് ശോഭരാജിന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവന്റെയൊക്കെ മുന്നിൽ ഒരു സ്ത്രീയെ ഒറ്റക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ എന്തൊക്കെ ചെയ്യുമായിരിക്കും? അപ്പൊ ഇതാണ് ഇവന്മാരുടെ നിലവാരം എന്ന് പറയുന്നത്. പോലീസാണോ പട്ടാളമാണോ എന്നൊന്നുമില്ല. പെണ്ണാണോ കയറി പിടിക്കാം. ഇതൊക്കെ അവരുടെ ശാഖയിൽ നിന്ന് പഠിച്ചതാണോ എന്തോ ഓരോരോ പട്ടിക്കാഷ്ടങ്ങൾ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കമന്റ് രേഖപ്പെടുത്തുക. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബൈ ബൈ.